നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ NP 1968 1986 ആ ഭാഗം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, വളരെ പെട്ടെന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അവസാനം വരെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഒരു ക്വിക്ക് റിവിഷൻ നിങ്ങൾക്ക് കിട്ടും, ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു പോളിസി ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പോളിസിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസി ഏതാണ്? NP 1968 1986 1992 2020 എന്നൊക്കെ പറഞ്ഞ് തന്നാൽ നമ്മൾ കൊടുക്കേണ്ട ആൻസർ ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി വന്നത് 1968 ഓക്കെ, ഇനി ഈ പോളിസി വരുമ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ? ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അങ്ങനെ ഓപ്ഷൻ തന്നാൽ 1968 പോളിസി വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആരാത്? ഇന്ദിരാഗാന്ധിയാണ് ഈ ഒരു പോളിസി അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പോളിസി വരണ സമയത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യണം. ഇതിന് ആൻസർ ഡോക്ടർ ത്രിഗുണ സെൻ ആണ് വിദ്യാഭ്യാസ മന്ത്രി. ഇനി ഏത് കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലാണ് NP 1968 വന്നിട്ടുള്ളത്? രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുദ്ലിയാർ കമ്മീഷൻ ഒക്കെ തന്നാൽ ദ റൈറ്റ് ആൻസർ കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ്റെ ബേസിലാണ് NP 1968 വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു NP വരണ സമയത്ത് വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ സിസ്റ്റം സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ, സെൻട്രൽ ലിസ്റ്റ് ആണോ, കൺകറന്റ് ലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഏതാണ് റൈറ്റ് ആൻസർ? 1968 പോളിസി വരുന്ന സമയത്ത് വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. 1976 അത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. അതായത് അടുത്ത് വരുമ്പോൾ 1986 വരുമ്പോഴേക്കും അത് കൺകറന്റ് ലിസ്റ്റിലായി. പക്ഷെ നോട്ട് ചെയ്യണം, 1968 എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. ഇനി ഈ ഒരു പദ്ധതിയിൽ ഒരു എഡ്യൂക്കേഷൻ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 10+2+3 സ്ട്രക്ചറാണ്. നമ്മൾ പറഞ്ഞു കോത്താരി കമ്മീഷൻ റെക്കമെൻഡേഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. കോത്താരി കമ്മീഷൻ പറഞ്ഞ സ്ട്രക്ചർ 10+2+3 ആണ് അല്ലേ, 10 വർഷം +1 +2 ഡിഗ്രി എന്നുള്ള ഒരു സ്ട്രക്ചർ. അതാണ് 10+2+3 സ്ട്രക്ചർ പോന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിനകത്ത് 2 കമ്പൽസറി സബ്ജക്റ്റ് പറയുന്നുണ്ട്. ഹൈസ്കൂൾ വരെ നിർബന്ധമായിട്ട് കുട്ടികൾ പഠിക്കേണ്ട 2 കമ്പൽസറി സബ്ജക്ട്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 2 സബ്ജക്ട്സ്? NP 1968 ഹൈസ്കൂൾ തലം വരെ കുട്ടികൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട സബ്ജക്ട്സ് ആ 2 എണ്ണം സയൻസും മാത്സും ആണ്. സയൻസ് ആൻഡ് മാത്സ് ആണ്. ഓക്കെ, നമ്മളെല്ലാവരും ഹൈസ്കൂൾ വരെ സയൻസും മാത്സും പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ദീസ് 2 ആർ ദ 2 കമ്പൽസറി സബ്ജക്ട്സ് ടിൽ ഹൈസ്കൂൾ. ഓക്കെ, ഇനി എല്ലാ സംസ്ഥാനങ്ങളിലും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഒരു സംസ്ഥാനത്തെ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് NP 1968. എല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ് കാർഷിക സർവകലാശാലകൾ വേണമെന്ന് പറഞ്ഞു, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, ഇനി ഈ ഒരു NP 1968 വിളിക്കുന്ന പേരാണ് കോമൺ സ്കൂൾ സിസ്റ്റം. ഇത് കോമൺ സ്കൂൾ സിസ്റ്റം നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കോമൺ സ്കൂൾ സിസ്റ്റം ഒരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിൽ എല്ലായിടത്തും, ആ ഒരു സംഭവം ഇവിടെ ഈ NPയിൽ പറയുന്നുണ്ട്. ഇനി ലാംഗ്വേജ് ഫോർമുല ഇവർ സജസ്റ്റ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ വരെ 3 ലാംഗ്വേജ് ഫോർമുല തന്നെയാണ്. ത്രിഭാഷാ പദ്ധതി, ത്രിഭാഷാ സൂത്രവാക്യം കോത്താരി കമ്മീഷൻ്റെയാണ്. കോത്താരി കമ്മീഷനാണ് ഇവരിവിടെ എടുത്തിട്ടുള്ളത്. സോ ഇവിടെ എന്താണ് ആ 3 ലാംഗ്വേജ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. 3 ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന ഒരു സംസ്ഥാനത്താണെങ്കിൽ ഹിന്ദി ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ്, പിന്നെ ഒരു സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്, ഏതെങ്കിലും ഒരു സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്, ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ ഇപ്പം സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് അറിയാം, അപ്പോൾ അവർക്ക് ഹിന്ദിയും ഇംഗ്ലീഷുമാണ് 2 സബ്ജക്റ്റ് അല്ലാതെ അവർ പഠിക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ ഇതൊന്നും ഇംപ്ലിമെൻ്റ് ആയില്ല ആക്ച്വലി. അപ്പോൾ ഇവർ കമ്പൽസറി ആയിട്ട് പറഞ്ഞ 3 ലാംഗ്വേജസ് ഇങ്ങനെയാണ്. 3 ലാംഗ്വേജ് ഫോർമുല, 3 ലാംഗ്വേജ് ഫോർമുലയാണ് NPയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ NPയിൽ പറഞ്ഞിട്ടുള്ള 1-2 റെക്കമെൻഡേഷൻസ് പറയാം. ബെറ്റർ ട്രെയിനിങ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഫോർ ടീച്ചേഴ്സിന് ബെറ്റർ ട്രെയിനിങ്ങും ക്വാളിഫിക്കേഷനും ഇതിൽ പറയുന്നുണ്ട്. പ്രൊമോട്ട് ലേണിംഗ് ഓഫ് ഹിന്ദിയുടെ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫോക്കസ് ഓൺ അഡൾട്ട് എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് മൈനോറിറ്റീസ്, അഡൾട്ട് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ മൈനോറിറ്റീസിൻ്റെ എംപവർമെൻറ്റും ഒക്കെ ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി, ബെറ്റർ ട്രെയിനിങ്, അതേപോലെ തന്നെ ഹിന്ദി ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക, പിന്നെ അഡൾട്ട് എഡ്യൂക്കേഷൻ അതുപോലെ മൈനോറിറ്റീസിൻ്റെ എംപവർമെൻറ്റ്, ഇതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി GDPയുടെ എത്ര ശതമാനമാണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ പറയുന്നത്? GDPയുടെ 6% ആണ് എഡ്യൂക്കേഷൻ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത് NP 1968 GDPയുടെ 6%. ഇനി എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ? അത് 11th November ആണ്. നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബർത്ത്ഡേ ആണ്. November 11 ആണ്. 11/11 അല്ലേ, 11/11 ആണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. ഇനി
ഈ ഒരു NP 1968 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം പറയുന്നുണ്ട്. സോ ഇയർ നോട്ട് ചെയ്യണം. അപ് ടു 14 ഇയേഴ്സ് ആണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഓൾ. എല്ലാവർക്കും വിദ്യാഭ്യാസ അവസരങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഫോർ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ഷുഡ് ബി എക്സ്പാൻഡഡ്. ഫിസിക്കലി മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ്റെ ഒരു ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. റാഡിക്കൽ റീസ്ട്രക്ചറിങ് എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ പോളിസിയാണ് NP 1968, റാഡിക്കൽ റീസ്ട്രക്ചറിങ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്? ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതി അനൗൺസ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ത്രിഗുണ സെൻ ആണ് വിദ്യാഭ്യാസ മന്ത്രി. കോത്താരി കമ്മീഷൻ റെക്കമെൻഡേഷൻ ഇവർ എടുത്തിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ആ സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. കോത്താരി കമ്മീഷൻ ആ 3 ലാംഗ്വേജ് ഫോർമുല ത്രിഭാഷാ സൂത്രവാക്യം 3 ലാംഗ്വേജ് തന്നെയാണ് ഇവിടെയും പറയണേ. 10+2+3 ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ടീച്ചേഴ്സിന് നല്ല ട്രെയിനിങ്, അതുപോലെ തന്നെ നല്ല ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഹിന്ദിയുടെ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യണമെന്നും, അഡൾട്ട് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ മൈനോറിറ്റീസിൻ്റെ എംപവർമെൻറ്റ്, പിന്നെ നമ്മുടെ GDPയുടെ 6% എഡ്യൂക്കേഷന് കൊടുക്കുക. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു 14 ഇയേഴ്സ്. പിന്നെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രന് അത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറയുന്നു. റാഡിക്കൽ റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത് NP 1968 2 കമ്പൽസറി സബ്ജക്റ്റ് ഹൈസ്കൂൾ വരെ പറയുന്നത് മാത്സും സയൻസും ആണ്. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വേണമെന്ന് പറയുന്നുണ്ട്. ഇതിനെയാണ് കോമൺ സ്കൂൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കോമൺ സ്കൂൾ സിസ്റ്റം. ഓക്കെ, NP 1968 കോത്തരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത് വന്നിട്ടുള്ള. ഇന്ദിരാഗാന്ധിയാണ് ഇത് ഡിക്ലെയർ ചെയ്തത്. ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് അർത്ഥമാക്കുന്ന ഒരു ദേശീയ സ്കൂൾ സമ്പ്രദായത്തിനാണ് ഇത് ആഹ്വാനം ചെയ്തത്. അതാണ് കോമൺ സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം പറയേണ്ടത് എത്ര വയസ്സ് വരെയാണ്? 14 വയസ്സ് വരെയാണ്. നമ്മുടെ ഭരണഘടനയിലെ 45-ാം വകുപ്പ് പ്രകാരം ഉണ്ടല്ലോ, നമ്മൾ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലും DPSPയിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധമായ വിദ്യാഭ്യാസം ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ കുട്ടികൾ സ്കൂളുകളിൽ സംഭവിക്കുന്ന പാഴ്ചെലവുകൾ, വേസ്റ്റേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം ഇതിൽ പറയുന്നുണ്ട്. സ്കൂളുകളിലെത്തുന്ന ഓരോ കുട്ടികളും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഉറപ്പുവരുത്തണം. അധ്യാപകർക്കാണെങ്കിലും സമൂഹത്തിൽ മാന്യമായ പദവി കൊടുക്കണം. അധ്യാപകർക്ക് അവരുടെ സേവന വേതന വ്യവസ്ഥയെ പറ്റിയിട്ടും അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള സേവന വേതന വ്യവസ്ഥ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ NPയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻ സർവീസ് വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കണം. പിന്നെ റീജിയണൽ ലാംഗ്വേജ് നമ്മുടെ ഇംഗ്ലീഷ്, ഒരു ത്രിഭാഷാ പദ്ധതി ഉണ്ടല്ലോ, ഹിന്ദി, അങ്ങനെയുള്ള ത്രിഭാഷാ പദ്ധതിയുടെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. പിന്നെ റീജിയണൽ ലാംഗ്വേജിനെ പറ്റി ഇവർ പറയണേ, ഇപ്പം നിലവിൽ സെക്കൻഡറി തലത്തിലും പ്രൈമറി തലത്തിലും മാതൃഭാഷ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ കൂടെ മാതൃഭാഷ മാധ്യമമായിട്ട് ഉപയോഗിക്കാനുള്ള നടപടികൾ വേണമെന്ന് ഈ കമ്മീഷൻ ഇതിനകത്ത് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നെ ത്രിഭാഷാ പദ്ധതി നമ്മൾ പറഞ്ഞു. ഹിന്ദി ആർട്ടിക്കിൾ 351 കേട്ടോ ഹിന്ദിയുടെ ഒരു പ്രൊമോഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരും ഹിന്ദിയുടെ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ സംസ്കൃതം പഠിക്കാനുള്ള പുതിയ പഠന രീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അന്തർദേശീയ ഭാഷകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾക്ക് തുല്യത, ഈക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ കോത്താരി കമ്മീഷൻ പറഞ്ഞ പോലെ തന്നെ പൊതു സ്കൂൾ, കോമൺ വിദ്യാലയം, അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിക്കണം. മെറിറ്റ് അടിസ്ഥാനത്തിൽ കുട്ടികളെ പ്രവേശിപ്പിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം. ഇതെല്ലാം പറയുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ടാലൻറ്റ് കണ്ടെത്തുന്ന കാര്യം ഇവർ പറയുന്നുണ്ട്. വിവിധ മേഖലയിലുള്ള കുട്ടികളുടെ ഓരോരോ കഴിവുകൾ ഉണ്ടല്ലോ, അത് കണ്ടെത്തുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വർക്ക് എക്സ്പീരിയൻസ്, നാഷണൽ സർവീസ് ഇതിനകത്ത് പറയുന്നുണ്ട്. സാമൂഹിക സേവന പരിപാടികളും ദേശീയ പുനർനിർമ്മാണവും ഒക്കെ വിദ്യാഭ്യാസത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് മാറണമെന്ന് പറയുന്നുണ്ട്. സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ശാസ്ത്ര പഠനവും ഗവേഷണവും അതിന് വളർച്ചയ്ക്ക് ഊന്നൽ കൊടുക്കണം. അതുപോലെ കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും മിനിമം ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെങ്കിലും വേണമെന്ന് പറയുന്നത്. പിന്നെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിൽ ഉയർന്ന നിലവാരമുള്ള പാഠപുസ്തകങ്ങൾ നിർമ്മിക്കാനുള്ള നടപടി വേണം. പിന്നെ പാഠപുസ്തകങ്ങൾ ഇടയ്ക്കിടെ ഒഴിവാക്കണം. പാഠപുസ്തകങ്ങളുടെ വില സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. സ്വയംഭരണ മാതൃകയിലുള്ള ബുക്ക് കോർപ്പറേഷനുകൾ കച്ചവട അടിസ്ഥാനത്തിൽ രൂപീകരിക്കണം. രാജ്യത്തുടനീളവും പൊതുവായിട്ട് ചില പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കണം. ഇതിനെപ്പറ്റിയും ചിന്തിക്കണം അവർ പറയുന്നു. മാതൃഭാഷയുള്ള പുസ്തകങ്ങൾക്കും യൂണിവേഴ്സിറ്റി തല പുസ്തകങ്ങൾക്കും പ്രത്യേകം പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എക്സാമിനേഷനെ പറ്റി പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഊന്നൽ കൊടുക്കേണ്ടത് പരീക്ഷയുടെ സാധുത, അതിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ വിശ്വാസ്യത, റിലയബിലിറ്റി ഒക്കെ മെച്ചപ്പെടുത്തണം. നിരന്തരമായിട്ട് ഒരു കുട്ടീനെ
വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷന് ഊന്നൽ കൊടുക്കണം. വർഷത്തിലൊരിക്കലോ മറ്റോ വിലയിരുത്തൽ രീതിയിൽ മാറ്റം കൊണ്ടുവരാം. പിന്നെ സർട്ടിഫിക്കേഷൻ എന്നതിനേക്കാൾ ഉപരി അവരുടെ നേട്ടത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താൻ കുട്ടികളെ സഹായിക്കുന്ന രീതിയിൽ ഉള്ള തുടർച്ചയായിട്ടുള്ള ഒരു മൂല്യനിർണ്ണയമാണ് എക്സാമിനേഷനിൽ ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസത്തിനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും സെക്കൻഡറി തലത്തിൽ ഊന്നൽ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ പഠനം, ഈ മേഖലകളിലെ പഠനം കൃഷി, വ്യവസായം, കച്ചവടം, മെഡിസിൻ, പൊതുജനാരോഗ്യം, ഗൃഹഭരണം, കല, ഓഫീസ് ഭരണം ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ വൈദഗ്ധ്യം നേടുന്ന തരത്തിൽ വേണം കൊടുക്കാനായിട്ട്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആണെങ്കിലും ഓരോ കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ പ്രവേശിപ്പിക്കുന്ന കുട്ടികളെയൊക്കെ തിട്ടപ്പെടുത്തേണ്ടത് അവിടെ ലഭ്യമായിട്ടുള്ള ലൈബ്രറിയുടെ സൗകര്യം, ലബോറട്ടറിയുടെ സൗകര്യം, അവിടുത്തെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ, സ്റ്റാഫിൻ്റെ ലഭ്യതയൊക്കെ നോക്കിയിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. പുതിയ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധ വേണം. ബിരുദാനന്തര ബിരുദത്തിന് പ്രത്യേകമായി ഊന്നൽ കൊടുക്കണം. അഡ്വാൻസ് സ്റ്റഡി സെൻ്ററുകൾ ശക്തിപ്പെടുത്തണം. യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണത്തിന് ഏറെ ഊന്നൽ നൽകണം. പിന്നെ പാർട്ട് ടൈം വിദ്യാഭ്യാസം, കറസ്പോണ്ടൻസ് കോഴ്സിനെ പറ്റിയിട്ട് അതിനുള്ള അവസരങ്ങൾ ഒരുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ സെക്കൻഡറി തലത്തിൽ അധ്യാപകർ, കൃഷിക്കാർ, വ്യവസായ മേഖലകളിലെ തൊഴിലാളികൾ ഇവർക്കൊക്കെ പാർട്ട് ടൈം ആയിട്ട് പഠിക്കാൻ അവസരം കൊടുക്കണമെന്ന് പറയുന്നു. പിന്നെ സാക്ഷരത, സ്പ്രെഡ് ഓഫ് ലിറ്ററസി ആൻഡ് അഡൾട്ട് എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ദേശീയ വികസനം ത്വരിതപ്പെടുത്താൻ കൃഷി മുതലായ മേഖലകളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനൊക്കെ ജനങ്ങളുടെ സാക്ഷരതാ നിരക്ക് വർദ്ധിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഇത്തരത്തിലുള്ള സാക്ഷരതാ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് NSS പോലെയുള്ള സ്കീംസ് യൂസ് ചെയ്യണം. യുവജനങ്ങൾക്കൊക്കെ കൃഷിയിലേക്ക് കടന്നു വരാനും സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പരിശീലനം കൊടുക്കണം. സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കായിക മത്സരങ്ങൾ, കളികൾ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് ആവശ്യമാണല്ലോ. പിന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും കായികക്ഷമത മെച്ചപ്പെടുത്തുക, കളിസ്ഥലങ്ങൾ, മറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം, മൈനോറിറ്റീസിൻ്റെ എഡ്യൂക്കേഷൻ എംപവർമെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അവരുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കണം. അവർക്ക് വിദ്യാഭ്യാസപരമായ അവരുടെ താല്പര്യങ്ങൾക്ക് നിറവേറ്റാനുള്ള നടപടികൾ ഒരുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ സ്ട്രക്ചർ 10+2+3 ആണ്. പിന്നെ GDPയുടെ 6%. ഇത്രയൊക്കെയാണ് 1968 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് NP 1986 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോളിസിയാണ് NP 1986. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നാഷണൽ കരിക്കുലം, ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഗോൾസിൽ വരുന്നുണ്ട്. ഏത് പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്താണ് ഈ ഒരു NP വന്നതെന്ന് ചോദിച്ചാൽ ആദ്യത്തേത് ഇന്ദിരാഗാന്ധി ആയിരുന്നു 1968. ഇത് ഇന്ദിരാഗാന്ധിയുടെ മകനായി രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ്. രാജീവ് ഗാന്ധിയാണ് ആ ടൈമിൽ പ്രൈം മിനിസ്റ്റർ. ഓക്കെ. ഇനി അക്കോർഡിംഗ് ടു രാജീവ് ഗാന്ധി, എഡ്യൂക്കേഷൻ ആസ് എ യൂണിക് ഇൻവെസ്റ്റ്മെൻറ്റ്. രാജീവ് ഗാന്ധി പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു യൂണിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. ന്യൂ എഡ്യൂക്കേഷൻ വുഡ് പ്രിപ്പയർ ഇന്ത്യൻസ് ഫോർ ദ 21st century. ഈ ഒരു പോളിസി വരുമ്പോൾ ഇവർ പറയുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വുഡ് പ്രിപ്പയർ ഇന്ത്യൻസ് ഫോർ ദ 21st century. 21ാം നൂറ്റാണ്ടിലോട്ട് ഇന്ത്യൻസിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായിരുന്നു ഇവരുടെ ഒരു ഗോളിൽ അല്ലെങ്കിൽ ഈ ഒരു പോളിസിക്ക് ഇവർ പറയുന്നൊരു കാര്യം. ഓക്കെ. ഇനി ഇത് GDPയുടെ എത്ര പെർസെൻറ്റേജ് ആണ് എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി വയ്ക്കുന്നത് എന്ന് പറയുന്നത് 6% തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. 68ലും ഇവിടെയും സെയിം തന്നെയാണ് പറയുന്നത്. ഈ 1986 NPക്ക് 12 ഭാഗങ്ങളുണ്ട്, 12 പാർട്സ് ഉണ്ട്. ഇത് റിവ്യൂ ചെയ്തിട്ടുള്ളത് ആരാണ്? രാമമൂർത്തി കമ്മിറ്റിയാണോ, ജനാർദ്ദനൻ റെഡ്ഡി കമ്മിറ്റിയാണോ, യശ്പാൽ കമ്മിറ്റിയാണോ, അത് ഓൾ ഓഫ് ദ എബോവ് ആണോ? ആരാണ് ഇത് റിവ്യൂ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇത് ഓൾ ഓഫ് ദ എബോവ് ആണ് റൈറ്റ് ആൻസർ. രാമമൂർത്തി കമ്മിറ്റി, ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി, യശ്പാൽ കമ്മിറ്റി, 3 കമ്മിറ്റി ഈ NP 1986 റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു NP പ്രകാരം പ്രൈമറി സ്കൂൾ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് വിത്തിൻ എത്ര കിലോമീറ്ററിൻ്റെ അകത്താണ് പ്രൈമറി സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പറഞ്ഞാൽ വിത്തിൻ 1 kilometer ആൻഡ് അപ്പർ പ്രൈമറി സ്കൂൾസ് വിത്തിൻ എ റേഡിയസ് ഓഫ് 3 kilometer. പ്രൈമറി സ്കൂൾസ് 1 kilometerൻ്റെ അകത്ത്, ഓരോ 1 kilometerൻ്റെ അകത്തും പ്രൈമറി സ്കൂൾസ് വേണം. 3 kilometerൻ്റെ അകത്ത് അപ്പർ പ്രൈമറി സ്കൂൾസ് വേണം എന്ന് പറയുന്നു. ഇനി ഇതിൽ കമ്പൽസറി സബ്ജക്ട്സ് ആയിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 2 സബ്ജക്ട്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കണ്ട 68 കണ്ട അതേ സബ്ജക്ട്സ് ആണ്. മാത്സും സയൻസും ആണ് കമ്പൽസറി സബ്ജക്ട്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ. ഇനി ഇത് ഫോക്കസ് ചെയ്യുന്നത് മോഡേണൈസേഷൻ ആൻഡ് റോൾ ഓഫ് IT ഇൻ എഡ്യൂക്കേഷൻ. എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിൽ ITയുടെ റോളിനെയാണ്. വിദ്യാഭ്യാസത്തിലെ റോൾ ഓഫ് IT ഇൻ എഡ്യൂക്കേഷൻ അതിനെയും പിന്നെ മോഡേണൈസേഷനെയുമാണ്. സോ NP 1986 ഫോക്കസ് ചെയ്യുന്നത് മോഡേണൈസേഷൻ ആൻഡ് റോൾ ഓഫ് IT ഇൻ എഡ്യൂക്കേഷൻ. ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ ഒരു ടൈം പീരീഡിലാണ് ITക്ക് ഇത്ര ഇമ്പോർട്ടൻസ് വന്നത്. അപ്പോൾ IT ഒക്കെ പറയുമ്പോൾ 86 പോളിസിയാണെന്ന് ഓർക്കുക. ഓക്കെ. ഇറ്റ് എംഫസിസ് ഓൺ ദ റിമൂവൽ ഓഫ് ഡിസ്പാരിറ്റീസ് ആൻഡ് ടു ഇക്വലൈസ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി. മുന്നേ 68 കണ്ട പോലെ തന്നെ ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ ഡിസ്പാരിറ്റീസും മാറ്റി നിർത്തിക്കൊണ്ട് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസിലെ വിദ്യാഭ്യാസ അവസരങ്ങളിൽ സമത്വം വേണം എന്നുള്ളത് ഇത് എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ വൊക്കേഷണലൈസേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം.
ഇതൊക്കെ മിക്ക പോളിസീസിൽ നമ്മൾ കണ്ടൂലേ. പിന്നെ ഡീലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ദ ജോബ് എന്ന ഡിഗ്രീനെ ഡീലിങ്കിങ് ഇവിടെ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ലിങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷനിൽ തരും. അപ്പോൾ ഓർത്താൽ മതി ഡീലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ദ ജോബാണ്. ജോബിനും ഡിഗ്രിക്കും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കണം NP 1986 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, പ്രൈമറി സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിനെ ഒരു ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസിന് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇതിനെ വിളിക്കുന്നത് ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ഇനി കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ഇന്ത്യയുടെ പുറത്തും കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിലാണ്? കാഠ്മണ്ഡു, മോസ്കോ, ടെഹ്റാൻ. ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന് ചോദിച്ചാൽ കാഠ്മണ്ഡുവിലും മോസ്കോയിലും ടെഹ്റാനിലും ഒക്കെയാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ളത്. ഇനി ക്രിയേഷൻ ഓഫ് റൂറൽ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ഓൺ ദ ഫിലോസഫി ഓഫ് ഗാന്ധിയുടെ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ റൂറൽ യൂണിവേഴ്സിറ്റികളുടെ ക്രിയേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തു ഈ ഒരു പോളിസിയിൽ. സോ ഇറ്റ് ഈസ് കോൾഡ് ക്രിയേഷൻ ഓഫ് റൂറൽ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ഓൺ ദ ഫിലോസഫി ഓഫ് ഗാന്ധി. ഓക്കെ, ഇനി ഏത് ഓർഗനൈസേഷനാണ് വിച്ച് ഓർഗനൈസേഷൻ അഡ്വൈസ് ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ഫോർമേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എഡ്യൂക്കേഷൻ പോളിസി? ഈ വിദ്യാഭ്യാസ പോളിസികളുടെ ഫോർമേഷനും ഇംപ്ലിമെൻറ്റേഷനെ പറ്റിയിട്ടൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും അഡ്വൈസ് കൊടുക്കുന്ന ഓർഗനൈസേഷൻ ഏതാണ്? ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസിനെ പറ്റിയിട്ട് ആരാണ്? NCERT ആണ്. NCERT, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് NCERT? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. ഡാഷ് വിൽ പ്രൊവൈഡ് നെസസറി റിസോഴ്സസ് ആൻഡ് ക്യാപ്പബിലിറ്റി ടു അക്രഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. ടീച്ചർ എഡ്യൂക്കേഷൻസിൻ്റെ ക്യാപ്പബിലിറ്റീസിനെയൊക്കെ അക്രഡിറ്റ് ചെയ്യുക, നെസസറി റിസോഴ്സസ് ഒക്കെ കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? നമ്മൾ MCQs റിവിഷനിലൊക്കെ പറഞ്ഞതാണ്. ആരാണ്? NCTE ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. NCTE ആണ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിലെ ക്യാപ്പബിലിറ്റി ടു അക്രഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അക്രഡിഷൻ കൊടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ളതും നെസസറി റിസോഴ്സസ് ഒക്കെ കൊടുക്കുന്നതും ആരാണ്? NCTE ആണ്. ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഓർക്ക് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ, NCTE. Implementation of various parameters of the policy should be reviewed after every 5 years. ഇവർ പറയേണ്ട എല്ലാ 5 വർഷം കൂടുമ്പോഴും റിവ്യൂ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വേരിയസ് പാരാമീറ്റേഴ്സ് ഓഫ് ദ പോളിസിയുടെ വേരിയസ് പാരാമീറ്റേഴ്സിനെയൊക്കെ എല്ലാ 5 വർഷം കൂടുമ്പോഴും റിവ്യൂ ചെയ്യണമെന്ന് ഇവർ പറയുന്നുണ്ട്, 5 വർഷം കൂടുമ്പോൾ. പിന്നെ DIETs, എന്താ DIETസിൻ്റെ ഫുൾ ഫോം? ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് DIETs വാസ് റിസൾട്ട് ഓഫ് ദിസ് പോളിസി. ഈ ഒരു പോളിസിയിലാണ് DIETs ഒക്കെ വരുന്നത്. ഓക്കെ, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പിന്നെ നവോദയ വിദ്യാലയം എന്ന് കേട്ട അപ്പുറത്തുള്ള NP 1986 ആണ്. നവോദയ വിദ്യാലയം സ്റ്റാർട്ട് ചെയ്യുന്നത് രാജീവ് ഗാന്ധിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ റൂറൽ ടാലൻറ്റഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നവോദയ വിദ്യാലയം, റൂറൽ ടാലൻറ്റഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പം കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് പറഞ്ഞത് മാത്സ്, സയൻസ് ആണ്. ഈ എഡ്യൂക്കേഷൻ പോളിസി ഈക്വാലിറ്റി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഡിസ്പാരിറ്റീസ് ഒക്കെ ഇല്ലാതെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണമെന്ന്. അതുപോലെ വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ദെൻ ഡീലിംഗ് ഡിഗ്രീസ് ഫ്രം ദ ജോബ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 86 കണക്ട് ചെയ്ത് ഓർക്കണം. പ്രൈമറി സ്കൂൾ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണ്. ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് പറഞ്ഞത്. പിന്നെ ഇന്ത്യക്ക് പുറത്ത് KVs ഉണ്ട്. ഗാന്ധിജിയുടെ റൂറൽ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് രാജീവ് ഗാന്ധി ഒരു യൂണിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. അപ്പം ഒരു 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യനെ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് ഈ ഒരു പോളിസി വരുന്നത്. GDPയുടെ 6% എഡ്യൂക്കേഷന് കൊടുക്കുക. 12 പാർട്സ് ഉണ്ട്. രാമമൂർത്തി കമ്മിറ്റി, ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റി, യശ്പാൽ കമ്മിറ്റി ഒക്കെ ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാ 1 കിലോമീറ്ററിലും പ്രൈമറി സ്കൂൾസും 3 കിലോമീറ്ററിൽ അപ്പർ പ്രൈമറി സ്കൂൾസും വേണം എന്നാണ് പറയുന്നത്. പിന്നെ IT റോൾ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഫോക്കസ്ഡ് ഓൺ മോഡേണൈസേഷൻ. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. 1986 പോളിസി ഇപ്പോൾ കോത്താരി കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം 1968 വന്നു. പിന്നെ വന്നാണ് 86. ഇവിടെയും 10+2+3 തന്നെയായിരുന്നു ഒരു എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ. 10+2+3 സമ്പ്രദായമാണ് മിക്ക സംസ്ഥാനങ്ങളും അവതരിപ്പിച്ചത്. പക്ഷേ 1968 നയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പൊതുവായ രൂപീകരണങ്ങളൊന്നും അത്ര നന്നായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഈ ഒരു 1968 ആ ഒരു വെല്ലുവിളികളെയൊക്കെ വെച്ചുകൊണ്ട് ഒരു നയരേഖയൊക്കെ തയ്യാറാക്കി ചർച്ചയൊക്കെ നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു 1986 ദേശീയ വിദ്യാഭ്യാസ നയം തയ്യാറാക്കിയത്. ഓക്കെ, ഇനി ആകെ 12 പാർട്ടാണ് ഞാൻ തൊള്ളേന്ന് പറഞ്ഞു. അതിനകത്ത് ആമുഖമുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി, എസൻസ് ആൻഡ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിന് ഒരു നാഷണൽ ആയിട്ടുള്ള ഒരു ദേശീയ സമ്പ്രദായം, ഒരു നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെ ഇക്വാലിറ്റി, എഡ്യൂക്കേഷൻ ഫോർ ഇക്വാലിറ്റി. പിന്നെ റീഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഓരോ സ്റ്റേജസിലും വിദ്യാഭ്യാസത്തിൻ്റെ റീഓർഗനൈസേഷൻ.
ടെക്നിക്കൽ ആൻഡ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ, മേക്കിംഗ് ദ വർക്ക് സിസ്റ്റം പ്രാവർത്തികമാക്കൽ, പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം, ടീച്ചർ അധ്യാപകരെ പറ്റിയിട്ട്, പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മാനേജ്മെൻറ്റ്, വിഭവങ്ങൾ റിസോഴ്സസ് ആൻഡ് റിവ്യൂ, പിന്നെ ഫ്യൂച്ചർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 12 പാർട്ടിലായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആമോത്തി പറയുന്നുണ്ട് രാജ്യത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ മികവുകളെ വളർത്താനും രാജ്യത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കാനും പര്യാപ്തമായ ഒരു വിദ്യാഭ്യാസം രൂപപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത്, കോമൺ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ്. അപ്പോൾ സർവോന്മുഖമായ വികസനത്തിൻ്റെ അടിസ്ഥാനവും ഇതാണെന്ന് ഇതിൽ പറയുന്നു. അപ്പോൾ ദേശീയത വളർത്തുക, ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കുക, അതിനൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ റോള് പരമപ്രധാനമാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം ഒക്കെ അരക്കിട്ട് ഉറപ്പിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം ഇതിൽ പറയുന്നത്. പിന്നെ സ്വയം പര്യാപ്ത കൈവരിക്കത്തക്ക രീതിയിൽ മനുഷ്യശേഷിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിനെ കൂടി അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ വിദ്യാഭ്യാസം എന്നത് ഇന്നിൻ്റെയും നാളെയുടെയും ഒരേ ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം. ഇതൊക്കെയാണ് ദേശീയ വിദ്യാഭ്യാസം ഈ ഒരു NPയുടെ ഈ ഒരു 1986 വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഓക്കെ, വിദ്യാഭ്യാസത്തിന് ഒരു ദേശീയ സമ്പ്രദായം കൊണ്ടുവരിക. അപ്പോൾ എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ, ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പദ്ധതികളൊക്കെ രൂപപ്പെടുത്തി ആവശ്യമായ ധനസഹായമൊക്കെ കൊടുക്കണമെന്ന് പറയുന്നു. കോമൺ സ്കൂൾ സിസ്റ്റം, പിന്നെ 10+2+3 സ്ട്രക്ചർ, അതാണ് പറയുന്നത്. പിന്നെ അന്താരാഷ്ട്ര സഹകരണം, സമാധാനം, പരമായ സഹവർത്തിത്വമൊക്കെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. UGC, അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിലുണ്ട്, AICTE, കാർഷിക ഗവേഷണ കൗൺസിൽ, ACAR, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, IMA ഒക്കെ ശക്തിപ്പെടുത്തി. സാർവത്രിക സാക്ഷരത മുൻനിർത്തി ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്ന് ഇവർ പറഞ്ഞു. പിന്നെ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ഉറപ്പാക്കുക, അതായത് വളരെ സമത്വം ഉറപ്പാക്കുന്നുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ ആവശ്യമായ പഠന നിലവാരം ഉറപ്പാക്കുക. ഇതൊക്കെ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. പിന്നെ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ യുവാക്കൾക്കും വീട്ടമ്മമാർക്കും കാർഷിക വ്യാവസായിക തൊഴിലാളികൾക്കും പ്രൊഫഷണലുകൾക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിദ്യാഭ്യാസം തുടരാനായിട്ട് അവസരം ഒരുക്കുമെന്ന് പറഞ്ഞു. പിന്നെ NCERT, അതുപോലെ NIEPA തുടങ്ങിയ ദേശീയ സ്ഥാപനങ്ങളെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ വേണ്ടി പങ്കെടുപ്പിച്ചു. പിന്നെ സ്ത്രീ സമത്വം അവർ പറയുന്നുണ്ട്. സ്ത്രീകളുടെ നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യണം, സ്ത്രീകളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വിഭാവനം ചെയ്യണം. അപ്പോൾ സ്ത്രീകളുടെ ജീവിതത്തിൽ അടിസ്ഥാന മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള ഒരു ഏജൻസി ആയിട്ട് വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കാനുള്ള അവസരം ഒരുക്കി. സ്ത്രീകളുടെ പദവി ഉയർത്തൽ, സ്ത്രീ സാക്ഷരത വർദ്ധിപ്പിക്കലിനൊക്കെ മുൻതൂക്കം നൽകി. പിന്നെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു. നിർധന കുടുംബങ്ങളിലെ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്ഥിരമായിട്ട് സ്കൂളിൽ വിടാൻ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ NREP, RLGP ഇങ്ങനെയുള്ള സ്കീംസ് ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനത്തെ സ്കീംസുകളുടെ കീഴിൽ ആദിവാസി മേഖലകളിലെ അംഗനവാടികൾ, റെസിഡൻഷ്യൽ സ്കൂളുകൾ, പ്രൈമറി സ്കൂളുകളൊക്കെ തുറക്കുക. പിന്നെ പാഠ്യപദ്ധതി വികസിപ്പിക്കുക. ഗോത്രഭാഷകളിലെ പ്രബോധന സാമഗ്രികൾ രൂപപ്പെടുത്തുക. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുക. സാങ്കേതിക, പ്രൊഫഷണൽ, പാരാപ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഊന്നൽ കൊടുക്കുകയൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക്, ന്യൂനപക്ഷ ഭിന്നശേഷിക്കാർക്ക്, വയോജനങ്ങൾക്കെല്ലാം അവരുടെ സവിശേഷതകളെ പരിഹരിക്കാനുള്ള പരിപാടികളും നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ മരുഭൂമി, വനം, സമുദ്രവയ്ക്ക് സമീപം കഴിയുന്നവരെ, വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ എല്ലാ വിഭാഗങ്ങൾക്കുള്ള വിദ്യാഭ്യാസം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണം. ന്യൂനപക്ഷങ്ങളെ ഉയർത്താനുള്ള നടപടി വേണം. വികലാംഗർ, പിന്നെ അഡൾട്ട് എഡ്യൂക്കേഷൻ, മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട. അപ്പോൾ സാക്ഷരത ഉയർത്തൽ, തൊഴിൽ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുക, തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, ദേശീയ സാക്ഷരതാ മിഷൻ മുഖേന പ്രത്യേക സാക്ഷരതാ പ്രചരണ പരിപാടികൾ നടപ്പിലാക്കുക, അതൊക്കെ ഇതിനകത്ത് പറയുന്നതാണ്. പിന്നെ ശിശു സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുക്കേണ്ട. എയർലി ചൈൽഡ്ഹുഡ് കെയർ ഉണ്ടല്ലോ, നമ്മുടെ അംഗനവാടി അതൊക്കെ 1ാം തലമുറയിൽപ്പെട്ടവരെ വളർച്ചയ്ക്ക് വേണ്ടി ഇതിനകത്ത് പ്രത്യേക ഊന്നൽ കൊടുക്കുന്നതാണ്. കുട്ടികളുടെ വികസനത്തിൻ്റെ സമഗ്ര സ്വഭാവം തിരിച്ചറിഞ്ഞ് പൂർവ്വ ശൈശവകാല വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് സഹായിക്കുന്ന കളിയിലൂന്നിയ അനുഭവങ്ങൾക്ക് ഊന്നൽ കൊടുക്കുക. അക്ക പഠനം ഈ ഘട്ടത്തിൽ നിരുത്സാഹപ്പെടുത്തുക. കുറച്ചും കൂടെ അവർക്ക് ചെറിയ കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ്. അവർക്ക് പോഷകാഹാരം കൊടുക്കുക, ആരോഗ്യ പരിപാലനം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, സംയോജിത ശിശു വികസന സേവനം, ബാലവാടികൾ, സംസ്ഥാന സർക്കാരിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും പ്രീ പ്രൈമറി സ്കൂൾസ്, ഡേ കെയർ സെൻറ്റർ, മാതൃശിശു ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന നിലവിലുള്ള സൗകര്യങ്ങളൊക്കെ ശക്തിപ്പെടുത്താൻ പറയുന്നുണ്ട്. എലമെൻ്ററി വിദ്യാഭ്യാസം 14 വയസ്സുള്ള കുട്ടികൾക്കാണ്. സമ്പൂർണ്ണ സൗജന്യ വിദ്യാഭ്യാസം, നിർബന്ധ വിദ്യാഭ്യാസം, പിന്നെ കൊഴിഞ്ഞുപോക്ക് ഇല്ലാതാക്കാനായിട്ട് നോക്കുക. അതൊക്കെയാണ് എലമെൻ്ററി എഡ്യൂക്കേഷനിൽ ഇവർ പറയണേ.
വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. ഒരു വിദ്യാലയത്തിൽ 2 അധ്യാപകരെങ്കിലും ഉറപ്പിക്കണം. ഒരാൾ വനിതയായിരിക്കണം. ആവശ്യമായ പഠന സാമഗ്രികൾ ഒക്കെ ലഭ്യമാക്കലൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവർക്ക് അനൗപചാരിക വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നോൺ ഫോമൽ എഡ്യൂക്കേഷൻ, അതൊരുക്കി ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട്ട് രൂപീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ സെക്കൻഡറി വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, മാനവിക ശാസ്ത്രം ഈ മേഖലകളിലൊക്കെ മികവ് കൈവരിക്കാനായിട്ട് സെക്കൻഡറി വിദ്യാഭ്യാസത്തോടെ സാധ്യമാകണം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രത്യേക അവരുടെ കഴിവുകളും മികവുകളും പ്രദർശിപ്പിക്കുന്ന കുട്ടികൾക്കായിട്ട് പ്രത്യേക സ്കൂൾ സ്ഥാപിക്കണം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, 8ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പഠനത്തിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ തൊഴിലൂടെ പഠിക്കാനുള്ള അവസരം കൊടുക്കണം. പിന്നെ ഇപ്പോൾ കൊഴിഞ്ഞുപോക്കൊക്കെ തടയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. പിന്നെ പെൺകുട്ടികൾക്കൊക്കെ അനൗപചാരിക സ്കൂളുകൾ ശക്തിപ്പെടുത്തുക, സ്കൂളിൽ വരാൻ പറ്റാത്തവർക്ക്. പിന്നെ ആവശ്യമായ കമ്പ്യൂട്ടർ വൈദഗ്ധ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്ര സെക്കൻഡറി ലെവൽ സ്ഥാപനങ്ങളിൽ കമ്പ്യൂട്ടർ സാക്ഷരത കൊടുക്കുക. നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. അപ്പോൾ സമത്വവും സാമൂഹ്യ നീതിയും എന്ന ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് 86 പറയുന്നുണ്ട്. പിന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് SUPV എന്ന് പറഞ്ഞ് PW എന്ന് പറഞ്ഞിട്ട് അത്, പിന്നെ അവർക്ക് പ്രവൃത്തി പരിചയമൊക്കെ പാഠ്യപത്രത്തിലൂടെ തന്നെ കൊടുക്കണം. വൊക്കേഷണൽ കോഴ്സുകളിലെ ബിരുദധാരികൾക്ക് പ്രൊഫഷണൽ വളർച്ചയ്ക്കും കരിയർ മെച്ചപ്പെടുത്താൻ അവസരം കൊടുക്കണം. ആരോഗ്യ മേഖല, കൃഷി, സാമൂഹ്യ സേവന മേഖല, വാണിജ്യ മേഖല ഇങ്ങനത്തെ ഇടങ്ങളിലേക്ക് തൊഴിൽ സാധ്യത പരിഗണിക്കാം. ഇതിനായിട്ട് തൊഴിൽ പഠന കേന്ദ്രങ്ങൾ സർക്കാർ സ്വകാര്യ മേഖലകളിലൊക്കെ സ്ഥാപിക്കണം. പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുക. പഠന വിഷയങ്ങളും കോഴ്സുകളൊക്കെ പുനർനിർവചിക്കണം. ഗവേഷണ പഠനങ്ങൾക്ക് സർവകലാശാലകൾക്ക് പ്രോത്സാഹനം കൊടുക്കണം. സ്വയംഭരണ കോളേജുകൾ, മെഡിക്കൽ എഞ്ചിനീയറിംഗ്, കാർഷിക സർവകലാശാലകളൊക്കെ തുടങ്ങിയ സാങ്കേതിക സ്ഥാപനങ്ങൾ UGC നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ട് സ്ഥാപിക്കുക. പിന്നെ സ്വയംഭരണ കോളേജുകളുടെയും വകുപ്പുകളുടെയും വികസനത്തിനൊക്കെ ശ്രദ്ധ കൊടുക്കുക. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുഖേന ഉന്നത വിദ്യാഭ്യാസത്തിന് ഏകോപനത്തിന് ശ്രമിക്കുക. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അവതരണം, ശാസ്ത്ര സാങ്കേതിക പാഠ്യപദ്ധതികളുടെ അതുപോലെ മെറ്റീരിയലുടെയൊക്കെ വികസനം, ഇതിലൂടെയൊക്കെ അധ്യാപന രീതിയിൽ മാറ്റം കൊണ്ടുവരിക. സാങ്കേതിക പാഠ്യപദ്ധതികളുടെയും മെറ്റീരിയലുകളുടെയും വികസനം, ഇവയിലൂടെയൊക്കെ അധ്യാപന രീതിയിൽ മാറ്റം കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പോൾ നോർമൽ രീതി മാറിയിട്ട് കുറച്ച് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുമൊക്കെ ആ ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് മെത്തേഡിലൊക്കെ മാറ്റം കൊണ്ടുവരിക. സംസ്കൃതത്തിൻ്റെയും മറ്റ് ക്ലാസിക്കൽ ഭാഷകളുടെയും ഒക്കെ തീവ്രമായ പഠനത്തിലുള്ള സൗകര്യങ്ങളുടെ വികസനം അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദൂര പഠനം, പിന്നെ ജോലികളിൽ നിന്നുള്ള ഡീലിംഗിങ് ഉണ്ടല്ലോ, ഡീലിംഗിങ് ഡിഗ്രി ഫ്രം ജോബ്, അതായത് തിരഞ്ഞെടുത്ത മേഖലകളിൽ ജോലിയിൽ നിന്നും ബിരുദങ്ങളുടെ ഡീലിംഗിങ് സാധ്യമാക്കണം. അപ്പോൾ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, നിയമ, അധ്യാപനം തുടങ്ങിയ തൊഴിലധിഷ്ഠിത നിർദ്ദിഷ്ട കോഴ്സുകൾക്ക് ഇത് വേണ്ട, ഇത് സാധ്യമല്ല. കാരണം ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് പഠിക്കണം, അത് ഓക്കെയാണ്. അല്ലാത്ത യൂണിവേഴ്സിറ്റി ബിരുദം അനിവാര്യമല്ലാത്ത സേവനങ്ങളിൽ ഡീലിംഗിങ് ഉപയോഗിക്കണമെന്ന് പറയുന്നു. പിന്നെ ഗ്രാമീണ യൂണിവേഴ്സിറ്റികൾ എന്നുള്ളൊരു ആശയം ഇത് മുന്നോട്ട് വെച്ചു. അപ്പോൾ ഓരോ ഗ്രാമീണ മേഖലകളിലും യൂണിവേഴ്സിറ്റികൾ വരിക എന്നുള്ള രീതിയിൽ ഗാന്ധിയൻ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി പരിപാടി ശക്തിപ്പെടുത്തണം. പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷനൊക്കെ പറയുന്നുണ്ട്. സ്ത്രീകൾക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും പട്ടികജാതിക്കാർക്കും എല്ലാം പ്രത്യേക കോഴ്സ് രൂപകൽപ്പന ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ സിസ്റ്റം പ്രാവർത്തികമാക്കൽ, വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം, അതിനകത്ത് പറയുന്നത് സാംസ്കാരികപരമായ കാഴ്ചപ്പാടുകളൊക്കെയാണ്. അതായത് വിവിധ വിഷയങ്ങളുടെ പഠനത്തെ കല, സംഗീതം, പുരാവസ്തുക്കളൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മൂല്യ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഊന്നൽ കൊടുക്കണമെന്ന് പറയുന്നു. ഭാഷയെ പറ്റിയിട്ട് മാതൃഭാഷാ പഠനം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക, 3 ഭാഷ എന്ന് പറയുന്നത്. ലൈബ്രറി, ബുക്സ് അവൈലബിൾ ആക്കുക. വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ, മാധ്യമങ്ങൾ, അത് ടെലിവിഷൻ, പത്രം, റേഡിയോ ഒക്കെ ഇതിനകത്ത് വിദ്യാഭ്യാസ പ്രധാന പങ്ക് വഹിക്കേണ്ട, അവയൊക്കെ പ്രയോജനപ്പെടുത്തണം, നടപടി വേണം. പിന്നെ പ്രവൃത്തി പരിചയം, കുട്ടിയുടെ താല്പര്യത്തിനെയും കഴിവിനെയും ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ പ്രവൃത്തി പരിചയത്തിലൊക്കെ അവരെ ഇൻവോൾവ് ആക്കുക. പിന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യമായതുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിലും കോളേജ് വിദ്യാഭ്യാസത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തണം എന്ന് പറയുന്നു. ഗണിത പഠനം പറയുന്നുണ്ട്. ഗണിത പഠനം കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനത്തിൻ്റെ ബാലപാഠങ്ങൾ കൂടി ഗണിത പഠനത്തിൻ്റെ ഭാഗമാക്കാവുന്നതാണെന്ന് പറയുന്നു. പിന്നെ ശാസ്ത്ര പഠനം, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, ക്രിയാത്മകത, ലക്ഷ്യപ്രാപ്തി, ചോദ്യം ചെയ്യാനുള്ള മനസ്സ്, ഇതൊക്കെ വളർത്തേണ്ടത് ശാസ്ത്ര പഠനത്തിലൂടെയാണെന്ന് പറയുന്നു. കായിക വിദ്യാഭ്യാസത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ആരോഗ്യത്തിന് യോഗ നടപ്പാക്കണം, ടീച്ചർ ട്രെയിനിങ്ങിൽ യോഗ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. പിന്നെ മൂല്യനിർണ്ണയ പ്രക്രിയ, പരീക്ഷ പരിഷ്കരണമൊക്കെ, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വിലയിരുത്തൽ നടത്തുക. അധ്യാപകരെയും കുട്ടികളെയും രക്ഷകർത്താവിനെയും വിലയിരുത്തൽ പ്രക്രിയ ബോധ്യപ്പെടുത്തണം. പരീക്ഷ നടത്തുന്ന രീതി ഒന്ന് പരിഷ്കരിക്കണം. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ വേണം. സെക്കൻഡറി ഘട്ടം മുതൽ ഘട്ടം ഘട്ടമായിട്ട് സെമസ്റ്റർ സമ്പ്രദായം നടപ്പിലാക്കണം. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിങ് നടപ്പാക്കണം. പരീക്ഷയിൽ സബ്ജക്റ്റിവിറ്റി കുറയ്ക്കണം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ടീച്ചേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ടീച്ചേഴ്സിന് സാമൂഹിക, സാംസ്കാരിക, ധാർമ്മികതയാണ് ടീച്ചേഴ്സ് സൊസൈറ്റിയിൽ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പം പഠിക്കാൻ താല്പര്യമുള്ളവരെ അധ്യാപകരായിട്ട് തിരഞ്ഞെടുക്കണം. അധ്യാപകൻ്റെ ഉത്തരവാദിത്തം അനുസരിച്ചിട്ട് അവർക്ക് മാന്യമായ വേതനം കൊടുക്കണം.
പിന്നെ പ്രൊഫഷണലിസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അധ്യാപക സംഘടനകളൊക്കെ രൂപീകരിക്കുക, അധ്യാപകരുടെ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ എന്നും അവർ കാത്തു സൂക്ഷിക്കുക. ഒരു അധ്യാപകൻ എന്നും നല്ലൊരു വിദ്യാർത്ഥി ആയിരിക്കണം. തുടർ പഠനം സാധ്യമാക്കാൻ ജില്ലകൾ തോറും DIETs സ്ഥാപിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട സെക്കൻഡറി ട്രെയിനിങ് കോളേജുകൾ ഉയർത്തിക്കൊണ്ട് SCRTയുടെ പ്രവർത്തനം കുറെ കൂടെ വ്യാപനം ചെയ്യണം. പിന്നെ വിദ്യാഭ്യാസ മാനേജ്മെൻറ്റ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണം സാധ്യമാക്കുന്നതിന് അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കണം. കൂടുതൽ സ്ത്രീകളെ ആസൂത്രണത്തിലും മാനേജ്മെൻറ്റിലും പങ്കാളികളാക്കണം. പിന്നെ ദേശീയ തലത്തിലൊരു കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക ബോർഡ്, CABE, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, CABE, കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക ബോർഡ് വിദ്യാഭ്യാസ വികസനം പുനരവലോകനം ചെയ്ത് മാറ്റങ്ങൾ നിർദ്ദേശിക്കണം. പിന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സർവീസ് ഉണ്ട്, ഓൾ ഇന്ത്യ എഡ്യൂക്കേഷൻ സർവീസ് ഉണ്ട്, IES എന്ന് പറഞ്ഞിട്ട്. ഇതുകൂടി കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കാം. പിന്നെ സംസ്ഥാന തലത്തിലൊക്കെ വിദ്യാഭ്യാസ ഉപദേശ ബോർഡ് രൂപീകരിക്കണം എന്ന് പറയുന്നു. ജില്ലാ തലത്തിലും വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വിഭവങ്ങളുടെ തിരിഞ്ഞു നോട്ടം എന്ന് പറയുമ്പോൾ സ്കൂൾ കെട്ടിടവും പഠന സാമഗ്രികളുടെ വിതരണവും ഒക്കെ നിലനിർത്താനായിട്ട് കുട്ടികളിൽ നിന്ന് സംഭാവന വാങ്ങണം. ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിൽ ഫീസ് വർദ്ധിപ്പിക്കുന്നതിലൂടെ സമ്പാദ്യം ഉണ്ടാകും. നിലവിലുള്ള സൗകര്യങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെ സാധ്യമായ വിഭവ സമാഹരണം ഉണ്ടാകണം. പിന്നെ വിദ്യാഭ്യാസ അവസരങ്ങളുടെ തുല്യതയെ പറ്റിയിട്ട് പിന്നെ 6% GDP നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഭാവിനെ പറ്റിയിട്ട് പറയേണ്ടത്, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി രൂപം വ്യക്തതയോടെ വിഭാവനം ചെയ്യാൻ കഴിയില്ല, അത്ര ഈസിയായിട്ട് പറ്റില്ല. എന്നാലും ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങൾക്ക് ഉയർന്ന മൂല്യം നൽകി ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിജയിക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയണം. അതേപോലെ വിദ്യാഭ്യാസം അതിൻ്റെ ബഹുമുഖമായ പങ്ക് വഹിക്കുന്നതിലൂടെ മാനവ വിഭവശേഷി വികസനത്തിൽ രാജ്യവ്യാപകമായ ശ്രമം കൂടുതൽ തീവ്രമാക്കാനായിട്ട് സാധിക്കണമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് 1986 പോളിസിയിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നന്നായി പഠിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് നമ്മൾ മാറിപ്പോവാതെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒന്ന് ഉറപ്പിക്കുക. ഓക്കെ, അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കണം. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.